ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഞാൻ ചെമ്പിൽ പിടിച്ചാലേ എന്റെ ബിരിയാണി ചെമ്പ് പോകൂ എന്ന ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്, ഇല്ലേ? ഞാൻ അതിൽ തൊട്ടാലേ ആ സംഭവം ശരിയാവൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ എത്ര ആളുകൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ മരിച്ചു പോയാൽ ഇതോടുകൂടി നമ്മുടെ പ്രസ്ഥാനം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളോടുകൂടി ഇത് മണ്ണടിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും നമ്മുടെ പിന്നിൽ, ഒരു പക്ഷേ നമ്മുടെ സ്റ്റാഫ് ആവാം, ഒരു പക്ഷേ നമ്മുടെ ഫാമിലി ആവാം, ഒരു പക്ഷേ നമ്മുടെ മക്കളാവാം, ഇവരാരെങ്കിലും ഒക്കെ ഇത് കൊണ്ടുപോകണം, കുറെ ആളുകൾക്ക് ജോലി കൊടുക്കണം, നാട്ടുകാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, എന്നെ ഓർക്കണം എന്ന് വിചാരിക്കാത്ത എത്ര ആളുകളുണ്ട്? സോ എപ്പോഴും വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിരിക്കണം. ആൻഡ് നമ്മള് ടീം മെമ്പേഴ്സിനെ എംപവർ ചെയ്യാം. എംപവർ ചെയ്യാൻ പല വഴികളുണ്ട്. ആലോചിച്ച് നോക്കുക. നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ മാനേജർ കൃത്യമായി അതിന് പറയാറുണ്ട് പലപ്പോഴും, കോഫി വിത്ത് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിനെ, നമ്മുടെ സ്റ്റാഫുകളെ ഒരു കോഫിക്ക് ക്ഷണിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ഒരു പക്ഷെ നമ്മളിൽ നിന്ന് വരാത്തത്ര നല്ല തിങ്കിങ്, നല്ല ഐഡിയാസ് അവരിൽ നിന്ന് വരും. ഒരു പക്ഷേ അവരുടെ ഫാമിലി പ്രോബ്ലംസ് വരാം, അത് നമ്മളോട് ഷെയർ ചെയ്യും ആസ് എ ഫാമിലി മെമ്പർ. ഇത് പലപ്പോഴും എന്താ വിചാരിക്കുന്നറിയും, നമ്മളൊരു ബോസ്, അവരൊരു പണിക്കാർ, ഇത് തമ്മിലുള്ള അന്തരം വളരെ ദൂരമായിരിക്കും. പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, കുറച്ചു കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ മറ്റൊരു പ്രസ്ഥാനം തുടങ്ങുകയോ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോവുകയോ ചെയ്യും. പോകുന്നതിന് തടയണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രശ്നങ്ങളാണോ എന്നാണ് ആലോചിക്കേണ്ടത്. എന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവരോടുള്ളത്? ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? ഞാൻ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ? ഞാൻ അവരുടെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ടോ? നമ്മളൊരു കൂട്ടുകാരനായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത്തരം ഡെലിഗേഷൻ ഉണ്ടാവുള്ളൂ. നാം പറയുന്നതിന് മുമ്പേ തന്നെ ഞാനത് ചെയ്തോളാം എന്ന് നമ്മുടെ വർക്കേഴ്സ് പറയുന്നിടത്താണ് നമ്മുടെ കാര്യം. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്യാം പല വർക്കുകളും. ചില ആളുകളുണ്ട്, പലപ്പോഴും കൂട്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം ഉണ്ടാവുന്ന ചില വർക്കുകൾ. അത്തരം വർക്കുകൾ വളരെ കൃത്യമായിട്ട് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാൻ, അത് നമ്മൾ ഒരു ഉദാഹരണം പറയാം. ചില എന്താ പറയാ, പായസം, ഞാൻ ഉദാഹരണം പറയണേ. ഇപ്പൊ ചില ഗോൾഡ് പായസങ്ങൾ, ചില പ്രത്യേക ഡിഷസ്, ചില പ്രത്യേക സ്വീറ്റ്സ്, ഇത് ചില ആളുകൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷെ നമ്മളെക്കാട്ടും കൂടുതൽ ചെയ്യുന്നുണ്ടാവും. അത്തരം ആളുകൾക്ക് നമുക്കത് ഔട്ട്സോഴ്സ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടേസ്റ്റിനും നമ്മുടെ ക്വാളിറ്റിക്കും അനുസരിച്ചാണോ അവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വിത്ത് എ പ്രോഫിറ്റ്, നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാം. എല്ലാം കൂടെ ഒരു ഉദാഹരണം പറയാം. 1500 പേരുടെ ഒരു കല്യാണം വരുന്നു. അതിൽ വളരെ കുറച്ച് ആളുകൾക്കാണ് സദ്യയുടെ ആവശ്യം വരിക. അവിടെ നമ്മൾ സദ്യക്കാരനെ കൊണ്ടുവന്ന് സകല പച്ചക്കറി കൊണ്ടുവന്ന് അവരെ പ്രത്യേകിച്ച് ഉണ്ടാക്കി അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നതിന് പകരം ആ സദ്യ വളരെ കൃത്യമായിട്ട്, ഒരു പക്ഷെ നമ്മുടെ മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് തെറ്റില്ല. ഡെലിഗേഷൻ